നമ്മുടെ സമൂഹത്തിനായിട്ട് പലവിധ സൽപ്രവൃത്തികളും ചെയ്യാൻ സദാ സന്നദ്ധരായിട്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ ഒപ്പമുണ്ട്. സ്വന്തം ജോലിക്കാര്യവും കുടുംബകാര്യവും ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതുപോലെയുള്ള സാമൂഹിക സേവനങ്ങൾക്കും പ്രവൃത്തികൾക്കും ഇവർ കൃത്യമായി സമയം കണ്ടെത്തുന്നു. അത്തരത്തിലൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. കാണാം സല്ലാപം. സല്ലാപത്തിലേക്ക് എവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഒരു പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ലെറ്റ് വെൽക്കം മിസസ് ഷാനി അനസ്. നമസ്തേ. പീഡിയാട്രിക് ഫിസിയോതെറാപ്പിയിൽ എത്രമാത്രം ചലഞ്ചസ് ഉണ്ട് നോർമൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെക്കാട്ടിലും കൂടുതൽ? ആക്ച്വലി ഞാൻ ഒരു ഫിസിയോതെറാപ്പി എന്നുള്ളൊരു കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ്, ഒരു ഹോസ്പിറ്റൽ ബേസ്ഡ് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടാണ് എൻ്റെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2006 ഞങ്ങൾ എറണാകുളത്ത് വന്ന് സെറ്റിൽ ചെയ്യുന്നത്. ആ 2006 ഒരു ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പി പോസ്റ്റിൽ നിന്ന് ഞാനൊരു സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറി ആദ്യമായിട്ട് വർക്ക് ചെയ്യാനൊരു അവസരം ഉണ്ടായത്. ഈ ഒരു പീഡിയാട്രിക് ഫീൽഡിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ വൈകല്യങ്ങളുള്ള അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ഡിസബിലിറ്റി ഉള്ള ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി നമുക്ക് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാകാറേ ഇല്ല. 2006 ശില്പ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് ഞാൻ ഒരു പീഡിയാട്രിക് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് ആദ്യമായി വർക്ക് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ അവിടെയുള്ള കൂടുതലായിട്ടും ശാരീരികമായി വെല്ലുവിളികൾ നേരിടുന്ന സെർബൽ പാൾസി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള കുട്ടികൾ, ആ അവസ്ഥയിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും അവിടെ വന്നിരുന്നത്. അപ്പൊ അത്തരം കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കുട്ടികൾക്ക് അവരെ ഒരു ബുദ്ധിമാന്ദ്യത അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ ചൈൽഡ് എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുത്തിയിട്ടാണ് അത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്, ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഈ സെർബൽ പോൾസി കുട്ടികളിൽ തന്നെ പല കുട്ടികൾക്കും നമ്മളെ സാധാരണ കുട്ടികളെ പോലെ സംസാരിക്കാനും പാട്ടുപാടാനും എഴുതാനും വായിക്കാനും ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളുണ്ടെന്ന് ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ സെർബൽ പോൾസി കുട്ടികളുടെ ഇങ്ങനെയുള്ള അവർക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ മാത്രമായിട്ട് അവരെ ഇങ്ങനെ സമൂഹത്തിൽ നിന്ന് ഒരു സ്പെഷ്യലായിട്ട് ഇങ്ങനെ മാറ്റി നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരുപാട് വേദനിപ്പിക്കുന്ന, അതായത് ഒരു റീഹാബിലിറ്റേഷൻ ഫീൽഡിൽ ഒരു 5 ഇയർ കോഴ്സ് ഫിസിയോതെറാപ്പി, ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 5 ഇയർ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു സാഹചര്യത്തിലുള്ള കുട്ടികളെ കണ്ടപ്പോഴാണ് ഈ ഒരു ഫീൽഡിലേക്ക് കൂടുതലായി വരണമെന്ന് എനിക്ക് കൂടുതൽ ആഗ്രഹമുണ്ടായത്. കൂടുതലും പീഡിയാട്രിക് ഫിസിയോതെറാപ്പി സാധാരണ നമ്മളുടെ ജനറൽ ഫിസിയോതെറാപ്പിയിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസമുള്ള ഒരു മേഖലയാണ്. കൂടുതലും ഇതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ക്ഷമ. വളരെ പേഷ്യൻസോട് കൂടി മാത്രമേ ഇത്തരം കുട്ടികളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ കൂടുതലും ഈ സെർബൽ പോൾസി കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഇത്തരം കുട്ടികളുടെ തലച്ചോറിനുണ്ടാകുന്ന, അതായത് ഒരു ജനിക്കുന്ന സമയത്തോ ജനനത്തിന് മുമ്പോ ജനനശേഷമോ കുട്ടികളുടെ തലച്ചോറിനുണ്ടാകുന്ന ക്ഷതമാണ്, അതായത് അറ്റ് ദ ടൈം ഓഫ് ബർത്തിലാണ് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് സാധാരണ കുട്ടികൾ പോലെ ഒരു കുട്ടി ജനിച്ചിട്ട് എല്ലാ പാരൻസും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അവരുടെ മൈൽ സ്റ്റോൺസ് പലതും ഡിലേ ആയി പോകാറുണ്ട്. ചിലപ്പോൾ കുട്ടികൾ ഒരു 3 മാസമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കമന്ന് വീഴുക, ഒരു 6 മാസം ആകുമ്പോഴത്തേക്കും കുട്ടി തനിയെ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങുക, 1 വയസ്സാവുമ്പോഴും നിൽക്കാൻ തുടങ്ങുക. ഇങ്ങനെയുള്ള മൈൽ സ്റ്റോൺസുകൾ, അതൊരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൈൽ സ്റ്റോൺസിന് ഡിലേ വരും. അപ്പോൾ ഈ ഡിലേ വരുന്ന സമയത്ത് പലർക്കും പലപ്പോഴും പല കുട്ടികൾക്കും എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ളത് പല പാരൻസിനും അറിയില്ല. അപ്പൊ ഇത് വളരെ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ ഇവരുടെ ഈ ഒരു ഡിസബിലിറ്റിയുടെ തോത് നമുക്ക് വളരെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഏർലി ഐഡന്റിഫിക്കേഷൻ പല പാരൻസും മനസ്സിലാക്കി വരുമ്പോൾ, അതായത് ഒരിക്കലും ഒരു പാരൻസും അവനവന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് അക്സെപ്റ്റ് ചെയ്യില്ല. ഒരു പാരൻസും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇപ്പൊ ചിലപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും പാരൻസിനെ കൺവിൻസ് ചെയ്യാനായിട്ട്, ഒരു പീഡിയാട്രീഷ്യൻ ആണെങ്കിലും ആദ്യം പറയുന്നത് കുട്ടിക്ക് ചിലപ്പോൾ ജനിച്ചപ്പോൾ തൂക്കം കുറഞ്ഞിരിക്കും, അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിച്ചിരിക്കും, അല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞിട്ട് കുട്ടിക്ക് NICUയിൽ കുറെ നാൾ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ ചിലപ്പോൾ കുറച്ച് ഒന്ന് താമസിക്കും, സാധാരണ കുട്ടികളെക്കാളും
കുറച്ച് മൈൽ സ്റ്റോൺസ് ഒക്കെ ഡിലേ ആകും, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ചില ഡോക്ടേഴ്സ് പറയും. അങ്ങനെ അപ്പോൾ അതൊരു വലിയ സീരിയസ് പ്രോബ്ലം ആയിട്ട് ഒരിക്കലും പാരന്റ്സ് എടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു അക്സെപ്റ്റൻസ് ബുദ്ധിമുട്ട്, അതായത് പാരന്റ്സിന് കുട്ടികൾക്ക് ഈ മൈൽ സ്റ്റോൺസ് ഡിലേ ആകുമ്പോൾ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ള പോസിബിലിറ്റി അവർ മനസ്സിലാക്കുന്നില്ല. ഇത്തരം കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അതായത് പലർക്കും അറിയാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള കുട്ടികൾ ജനിച്ചു, ആ കുട്ടികൾക്ക് അയ്യോ എല്ലായിടത്തും നിന്ന് ഒരു മെന്റൽ ട്രോമയിലായിരിക്കും, ഡിസിഷൻ എടുക്കാൻ അറിയില്ല. പലപ്പോഴും അത് അക്സെപ്റ്റൻസ്, ഇപ്പോൾ ചില പാരന്റ്സിന്റെ ഫസ്റ്റ് കുട്ടിയായിരിക്കും, ഫസ്റ്റ് കുട്ടി ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ആദ്യത്തെ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞുണ്ടായപ്പോൾ കുഞ്ഞ് 3 മാസമായിട്ട് കമന്നു. ഇപ്പോൾ പലപ്പോഴും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആക്സെപ്റ്റൻസ് കുറേ താമസിക്കും തോറും, നേരത്തെ നമ്മളിത് കണ്ടുപിടിക്കാതെ വരുന്നത് കൊണ്ട് ഇവർക്കുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ വളരെ താമസിക്കുന്നു. ഇദ്ദേഹത്തിനാണെങ്കിൽ ഒരു ക്ലിനിക് ഉണ്ട് അല്ലേ, ആൽഫ. അതെ, ഞാനൊരു 2012 ഈ ശില്പ സ്പെഷ്യൽ സ്കൂളിലും രക്ഷ എന്ന് പറഞ്ഞ സ്പെഷ്യൽ സ്കൂളിലും 5 ഇയർ കൂടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രവർത്തനമൊക്കെ കൃത്യമായി കണ്ടറിഞ്ഞിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. 2012 ഈ ഒരു കോഴ്സ്, പിന്നെ ഞാനൊരു പീഡിയാട്രിക് ഫീൽഡിൽ വർക്ക് ചെയ്തു. എൻ്റെ 2ാമത്തെ കുഞ്ഞ് ജനിച്ചു. അപ്പോൾ എനിക്ക് അത്രയും ദൂരെ ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. ഫോർട്ട് കൊച്ചി വരെ പോകണമായിരുന്നു രക്ഷാ സ്പെഷ്യൽ സ്കൂളിൽ വർക്ക് ചെയ്യാൻ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് പ്രോജക്റ്റ്, അതായത് സർവശിക്ഷാ അഭിയാന്റെ കീഴിൽ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വളരെ സൗജന്യമായിട്ട് പീഡിയാട്രിക് ഇങ്ങനെ ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ സ്ഥാപിച്ചു. അപ്പൊ ഈ പാവപ്പെട്ട കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബെഡ്രിഡൺ ആയിട്ടുള്ള കുട്ടികളാണ് അവിടെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ കാര്യത്തിൽ നേരത്തെ ഡിറ്റക്ട് ചെയ്യാനേ ചാൻസ് ഇല്ല. അപ്പൊ ഈ കുട്ടികളെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ട് പല പാരന്റ്സിനും കഴിയുന്നില്ല. ഒരു 2-3 വർഷം ചിലപ്പോ ഒക്കെ പോയി ചെയ്യും. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു പിന്നെ SSAയുടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് വളരെ സിവിയർ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടായത്. അപ്പൊ പലപ്പോഴും ഞാൻ ആ പാരന്റ്സിനോട് ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും വൈകി? ഒരു 12 വയസ്സായിട്ടും കുട്ടിയുടെ കഴുത്തുറച്ചിട്ടില്ല, ഇരുന്നിട്ടില്ല. ഫുൾ ഈ കുട്ടികളെ കൊണ്ടുവരുന്നത് ഭാണ്ഡക്കെട്ടുകൾ പോലെ തോളത്ത് ചുമട്ട് തൊഴിലാളികൾ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്നാണ് ഈ കുട്ടികളെയാണ് കൊണ്ടുവന്ന് നമ്മുടെ മുന്നിലേക്ക് ഇടുന്നത്, ഇവരെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോഴാണ് ആ ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു സെന്റർ, അതായത് ഏർലി ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ കുട്ടികളെ ഏർലി ഇന്റർവെൻഷൻ എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് വളരെ നേരത്തെ 3 വയസ്സിന് മുമ്പേ കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം, ആ ഒരു സാഹചര്യം ഈ കുഞ്ഞുങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു ദുഃഖകരമായ ഒരു വാർത്ത മനസ്സിലായത്. ഷാനിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് ഇനി ഒരുപാട് ഷാനിയുടെ അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം തന്നെ തോന്നുന്നില്ല. കാരണം അതിന് അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ഷാനി സംസാരിച്ചു. ഇതിന് ഉള്ളിൽ എനിക്ക് മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യം, ഷാനിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് വളരെ വലുതായിരിക്കും. അല്ലെങ്കിൽ ഒരിക്കലും ഒരു തിരക്കിട്ട കുടുംബിനിയും ഒരു കരിയറും കൂടെ ഉള്ള ഒരാൾ ഒരിക്കലും ഇത്രയും വലിയൊരു ചുവട് സ്വന്തം ജീവിതത്തിൽ വെക്കാനിടയില്ല. അപ്പോൾ അതിനൊപ്പം തന്നെ ഞാൻ ഷാനിയുടെ പാർട്ട്ണറെ അഭിനന്ദിക്കുകയാണ്. കാരണം സ്വന്തം ഭാര്യ തനിക്ക് തരേണ്ട അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സമയത്തിൽ നിന്ന് വളരെയധികം എടുത്തു മാറ്റിയാണ് ഇതേ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പക്ഷെ ഇവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയും ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചം തന്നെ കൊടുക്കുന്ന ഒരാളാണ് ഷാനി. അപ്പൊ ഇതിന്റെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് മറ്റൊരു ചോദ്യമേ ഇല്ല ഷാനിയുടെ അടുത്ത്. കാരണം അത് ഷാനി ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായി. ഇനി അറിയാനുള്ളത്, നേരത്തെ പറഞ്ഞല്ലോ ഈ ഏർലി ഡിറ്റക്ട് ചെയ്യുന്നതിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഷാനി നേരത്തെ പറഞ്ഞ ഈ ഓരോ സ്റ്റേജും ഡിലേ ആവുന്ന ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് മാരില്ലാത്തതിന്റെ അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിക്കാത്തതിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടാവും. പലരും വർക്കിംഗ് ആണ്, അതിനിടയിൽ കുട്ടി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു പാർട്ട് അത്ര മാത്രമേ ഉള്ളൂ. ഏറ്റവും വലുതെന്ന് പോലും നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. അവർക്ക് അത്രയും സമയമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. 2 പേര് വർക്ക് ചെയ്താലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാനേ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാനും ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അറിയിക്കാനും, അല്ലെങ്കിൽ ഒരു എവിടെയെങ്കിലും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം വിവരങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുക, അല്ലെങ്കിൽ അത് സൊസൈറ്റിയിലേക്ക് എത്തിക്കാനായിട്ട് ഈ പറഞ്ഞ പാംഫ്ലെറ്റ് വഴിയാണ് എന്താണെങ്കിലും ശരി അത് എത്തിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ഇതിനൊക്കെ ഒരു ഫോറം ഉണ്ടോ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തൊക്കെ നടപടികളാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്?
അത് ആക്ച്വലി നമുക്കൊരു ഏർലി ഇന്റർവെൻഷനാണ് ഞാൻ പറഞ്ഞു, ഏർലി ഇന്റർവെൻഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏറ്റവും കൂടുതലായിട്ട് 3 വയസ്സിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്നതിനകത്ത് ഒരു ടീം ഓഫ് മെമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് ഡോക്ടേഴ്സ് ഉണ്ട്, ഈ പ്രൊഫഷണൽസ്, മെഡിക്കൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ് ആൻഡ് പിന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ള ഒരു ടീമായിട്ടുള്ള ആൾക്കാർ ഇരുന്നിട്ടാണ് ഇവരെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള ഒരു കുട്ടികൾക്ക് ഡിലേ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ കുട്ടികൾക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യണം, ഫിസിയോതെറാപ്പി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെഫർ ചെയ്ത് വിടാറുണ്ട്. അതിനകത്ത് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത് ഈ കുട്ടികളിൽ നടക്കാൻ പറ്റാത്തത്, അതായത് ഏർലിയിൽ തന്നെ ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടോ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കുട്ടിക്ക് കമന്ന് വീഴാൻ പറ്റുന്നില്ല, കുട്ടി തനിയെ എഴുന്നേറ്റിരിക്കുന്നില്ല എന്നൊക്കെയുള്ള കുട്ടിയുടെ ബോഡിയിലുള്ള മസിൽസിന്റെ ടോൺസ് നോക്കുന്നത്, കുട്ടിയുടെ പൊസിഷനിങ് നോക്കുന്നത്, കുട്ടിയുടെ ബോഡിയുടെ ബാലൻസ് ചെക്ക് ചെയ്യുന്നതെല്ലാം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന് റോളുണ്ട്. അപ്പോൾ അതിന്റെ ആ ഭാഗങ്ങളെല്ലാം അവര് ഡിറ്റക്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏർലി ഐഡന്റിഫിക്കേഷനിൽ രണ്ടാമത് കുട്ടിയുടെ സംസാരം ടെസ്റ്റ് ചെയ്യാനായത് ഭാഷയിൽ എത്രത്തോളം കുട്ടിയുടെ സ്പീച്ചിന് ഡെവലപ്മെന്റ്സ് ഉണ്ടെന്ന് നോക്കാൻ സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷണൽസ് അവര് പിന്നെ അസസ്മെന്റ് എടുക്കും. പിന്നെ സൈക്കോളജിസ്റ്റ് കുട്ടിയുടെ ബുദ്ധിവികാസം, IQ, സോഷ്യൽ ഏജ് ഇതുവരെ ആയിട്ടുണ്ട്, കുട്ടികൾക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടോ അത് നമുക്ക് മനസ്സിലാക്കും. ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റ് കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങൾ, ADL സ്കിൽസ് എല്ലാം അവർ ചെയ്യുന്നത്, കുട്ടികളിൽ കാണപ്പെടുന്ന ഈ സെൻസറി ഇന്റഗ്രേഷൻ തെറാപ്പി എന്നൊക്കെ പറയുന്ന ആ ഒരു ട്രെയിനിങ്, അവരുടെ ഹാൻഡ് മൂവ്മെന്റ്സിന്റെ അപ്പർ ലിംബിന്റെ ആ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഡെവലപ്മെന്റ്സ്, ഇതെല്ലാം ഓക്കുപേഷണൽ തെറാപ്പി. ഇങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചിലൂടെ നമ്മളത് ഡിറ്റക്ട് ചെയ്തതിനു ശേഷം നമ്മൾ അതിനൊരു ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഡിസൈഡ് ചെയ്യും. ഇങ്ങനെ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടാണ് ഈ ഒരു ഏർലി ഇന്റർവെൻഷൻ ടീമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഒരു പേഷ്യൻസോട് കൂടി ഒരു പേരൻസിന്റെ കയ്യിലാണ് പകുതി ഭാഗവും. ഇപ്പൊ ചിലപ്പോൾ 1 മാസം കൊണ്ടുവന്നിട്ട് കൊച്ചിന് മാറ്റമൊന്നുമില്ല. ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് പറയും എത്ര നാളായി നിങ്ങൾ അവിടെ പോകുന്നു, എന്നിട്ടും കുട്ടി ഇതുപോലെ തന്നെ. അപ്പൊ തന്നെ പാരന്റ്സിന് മനസ്സിലാക്കി അടുത്ത സ്ഥലത്തേക്ക് ഓടാൻ നോക്കും. അങ്ങനെ ഒരു പേഷ്യൻസ് ഇല്ലാതെ ഇവരിങ്ങനെ ഓടുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ കുട്ടികളുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഇപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞങ്ങളിപ്പോ ആദ്യം സെർബ്രൽ പോൾസി കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ നമുക്ക് 2015 ഞങ്ങൾ ഓട്ടിസം ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി, പിന്നെ ADHD, ഇപ്പൊ കുട്ടികളിൽ ഒരുപാട് കാണുന്ന പ്രോബ്ലം ആണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ്, ഭയങ്കര പിരിപിരിപ്പായിട്ടുള്ള, അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സർവീസസും നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷാനി, ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ വന്ന് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് വന്നിരുന്നതിൽ. അതിനെക്കാട്ടിലും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഷാനി എടുത്ത ഒരു വലിയ തീരുമാനത്തിനാണ്. കാരണം വെറുതെ ഇതിനെ ഒരു കരിയറായിട്ട് എടുക്കാതെ ഇത് ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു കർമ്മം എന്ന് വിശ്വസിച്ച് ചെയ്യുന്ന ഒരാളാണ്. അതിന് എൻ്റെ സ്പെഷ്യൽ ലവ് ടുവേർഡ്സ് യു. ആൻഡ് ഇതിനെക്കാട്ടിലും എന്താ പറയാ, വലിയൊരളവിൽ ഒരുപാട് സമൂഹത്തിന്റെ ഒരുപാട് കുട്ടികളെ, ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്താനായിട്ടും അവരെ നോർമൽ ആയിട്ടൊരു ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടും ഷാനിക്ക് സാധിക്കട്ടെ. ഐ വിഷ് യു ഓൾ ദി സക്സസ് ഇൻ യുവർ ലൈഫ്. താങ്ക് യു സോ മച്ച്.